യുവവാണി. വരൂ പോകാം പറക്കാം പൈലറ്റ് കോഴ്സിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ. എന്താണ് കോക്പിറ്റിനുള്ളിൽ നടക്കുന്നത്? എങ്ങനെയാണ് ഒരു പൈലറ്റ് വിമാനം പറത്തുന്നത്? എന്തൊക്കെ പരിശീലനങ്ങളാണ് ഇവർക്ക് ലഭിക്കുന്നത്? അറിയാം ഇന്നത്തെ യുവവാണിയിലൂടെ. ക്യാപ്റ്റൻ അബ്ദുൽ നാസറുമായുള്ള സംഭാഷണം തുടരുന്നു. ആളുകളെ കൊണ്ടുവന്നത്, അതുപോലെ കാർഗോ എന്ന് പറഞ്ഞാൽ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ വർക്ക് ചെയ്തിട്ടുള്ള ഈ ഫ്ലൈറ്റുകൾ എങ്ങനെയായിരുന്നു? അതിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ തുടങ്ങിയത് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിട്ടാണ്. കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ഒരു ചെറിയൊരു കോഴ്സായിരുന്നു US. അപ്പോൾ ആ കോഴ്സും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ജോബ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടറായിരുന്നു. പഠിപ്പിക്കുകയായിരുന്നു ഈ PPL-നും CPL-നും ബാക്കിയുള്ള ചെറിയ കോഴ്സസ്. അപ്പോൾ അത് ഞാനൊരു 3-4 കൊല്ലം ചെയ്തു ആസ് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ. അപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മുടെ ഇറ്റ് ഈസ് ആഡഡ് ടു യുവർ ടോട്ടൽ എക്സ്പീരിയൻസ്. അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ എൽബോർഡൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ കാർ ഓടിക്കുമ്പോൾ സൈഡിൽ നമ്മുടെ മാഷിരുന്ന് അവിടെ ഓടിക്കുക ക്ലച്ച് ചവിട്ടെന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണോ ഈ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ എന്നുള്ള ജോലിയും? നിങ്ങൾ സൈഡിൽ ഇരുന്നിട്ട്? നമ്മൾ സൈഡിൽ ഇരുന്നിട്ട്, പക്ഷെ നമുക്ക് രണ്ട് സൈഡിലും ഈ കൺട്രോൾ കോളംസ് ഉണ്ട്. വണ്ടിയിൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇത് രണ്ട് സൈഡിലും ദർ ആർ കൺട്രോൾ കോളംസ്. ദ ജോബ് ഓഫ് ദ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ തന്നെ ആദ്യം ഒരു ബ്രീഫിംഗ് കൊടുക്കും ബിഫോർ ദ ലെസൺ. ഇന്നത്തെ ലെസൺ ഇതാണ് നമ്മുടെ, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ടേക്ക് ഓഫ് ആൻഡ് ടേൺസ്, ക്ലൈംസ്, ഡിസെൻസ് ആൻഡ് ബാക്ക് ടു ലാൻഡിങ്. അതാവും ഇന്നത്തെ ലെസൺ. അങ്ങനെ ഒരു 1/2 hour ബ്രീഫിംഗ് ഉണ്ടാവും. പിന്നെ ആ ഒരു 1 hour ഒരു ഫ്ലൈറ്റ് ട്രെയിനിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ഡീബ്രീഫിംഗ് സെഷൻ കൂടി ഉണ്ടാവും ആഫ്റ്റർ യു ലാൻഡ് അബൌട്ട് ദ പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ഇൻ ദാറ്റ് 1 hour ട്രെയിനിങ് സെഷൻ. അപ്പോൾ ഇറ്റ് ഈസ് എ വെരി ഡിസിപ്ലിൻഡ്, ഓർഗനൈസ്ഡ് ആൻഡ് വെൽ സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ്. Every hour is properly done and planned in advance before the flight itself. അപ്പോൾ ഒരാളായിരിക്കും ഉണ്ടാവുക പഠിപ്പിക്കാൻ ഒരു സമയത്ത്, ഒരു സ്റ്റുഡൻറ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സ്റ്റുഡൻസ് അങ്ങനെ. അപ്പോൾ ഒരു ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഒരു ദിവസം തന്നെ കുറേ നേരം. അതെ, യു ക്യാൻ ഡു അബൌട്ട് 4 or 5 sorties ആണ് ഒരു നോർമൽ ഇൻസ്ട്രക്ടർ ചെയ്യാം in a day, depending on the weather. ഇപ്പോൾ weather is a big contributor or a big factor in aviation. കാരണം if you have, ഇപ്പോൾ നമ്മുടെ ഈ തണ്ടർ സ്റ്റോംസ് അല്ലെങ്കിൽ നല്ല ഹെവി റെയിൻ അല്ലെങ്കിൽ ലോ വിസിബിലിറ്റി, ഇപ്പോൾ ഫോഗി ഡേയ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് വെദർ ഇസ് എ ബിഗ് പാർട്ട് ഓഫ് ബീങ് എ പൈലറ്റ്. അപ്പോൾ നമുക്കൊരു 40 മണിക്കൂർ ഓടിക്കണം എന്ന് വിചാരിച്ചാൽ പോലും തുടർച്ചയായിട്ട് അങ്ങനെ 4-5 ദിവസം 40 മണിക്കൂർ ഇപ്പോൾ പറയാം. 2 ദിവസം കൂട്ടിയാൽ തന്നെ 48 മണിക്കൂറായി. ഇതെന്താ 2 ദിവസം ഓടിച്ച ലൈസൻസ് കിട്ടൂലോ എന്ന് പറഞ്ഞു. ഒരു ദിവസം 1 മണിക്കൂർ കിട്ടണമെങ്കിൽ തന്നെ മഞ്ഞുണ്ടാവാൻ പാടില്ല, മഴ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ്. എക്സാക്ട്ലി. പിന്നെ അതിനൊരു ട്രെയിനിങ് ബെനിഫിറ്റും ഇല്ലല്ലോ. അതെ അതെ. ഇപ്പോൾ ഇഫ് യു ആർ കണ്ടിന്യൂസ്ലി ഫ്ലൈയിങ് യു ഡോണ്ട് ലേൺ എനിത്തിങ്. അപ്പോൾ നമുക്കൊരു ട്രെയിനിങ് ബെനിഫിറ്റ് വേണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി സ്ട്രക്ചേർഡ്, വെൽ പ്രോഗ്രാംഡ്. അതിൻ്റെ കൂടെ ഗ്രൗണ്ട് ട്രെയിനിങ്ങും ഫ്ലൈറ്റ് ട്രെയിനിങ്ങും ഒരുമിച്ച് പോകുന്നു. So it has to be a good training program. അല്ലെങ്കിൽ ഇതുപോലെ 2 ദിവസത്തിലൊന്നും ലൈസൻസ് കിട്ടാൻ പറ്റില്ല. അപ്പോൾ ഫ്ലൈയിങ് ഇൻസ്ട്രക്ടർ ആയിരുന്നു. തുടർന്ന് എങ്ങനെയായിട്ടാണ് മാറിയത്? പിന്നെ എൻ്റെ ഫസ്റ്റ് ഒരു എയർലൈൻ ജോബ് എന്ന് പറയുന്നത് ഒരു കാർഗോ എയർലൈനിലായിരുന്നു. അത് ദുബായിലായിരുന്നു. അവർ കാർഗോ എയർലൈൻസ് ആണ്. അപ്പോൾ അതിൽ വേറെ ആൾക്കാരൊന്നുമില്ല, മാത്രം. There were 2 of us. ഞാൻ co-pilot ആയിട്ടാണ് അതിൽ ജോയിൻ ചെയ്തത്. അതൊരു ടെർബോ പ്രോപ്പാണ്, കണ്ടിട്ടുണ്ട്. ലൈക്ക് ഈ പ്രൊപ്പല്ലർ ഡ്രിവൻ എയർക്രാഫ്റ്റ്, 2 എഞ്ചിനുള്ള കുറച്ചുകൂടി വലിയ എയർക്രാഫ്റ്റാണ്. മറ്റേ ട്രെയിനർ എയർക്രാഫ്റ്റ് അല്ല, കുറച്ചും വലിയ എയർക്രാഫ്റ്റാണ്. അതിൽ ഞങ്ങൾ വിത്തിൻ ദ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ കൊറിയർ കാർഗോ ഫ്ലൈ ചെയ്യുന്ന ഒരു എയർലൈൻ ആയിരുന്നു. നൈറ്റ് ടൈം, ഡ്യൂറിങ് ദ ഡേ ഈ കാർഗോ കളക്ട് ചെയ്യും, എന്നിട്ട് രാത്രിയാണ് വിത്തിൻ ദ മിഡിൽ ഈസ്റ്റ് ഈ കൊറിയർ കാർഗോ ഫ്ലൈ ചെയ്യുന്നത്. അതിലൊരു 4 years ഉണ്ടായിരുന്നു. ഐ ജോയിൻഡ് എസ് co-pilot. പിന്നെ ഒരു 2 കൊല്ലം നല്ല എക്സ്പീരിയൻസ് വന്നപ്പോൾ ക്യാപ്റ്റനായിട്ട് അപ്ഗ്രേഡ് കിട്ടി, പ്രൊമോഷൻ കിട്ടി. അതിൽ ടു ബിക്കം എ ക്യാപ്റ്റൻ നമുക്ക് അടുത്തൊരു ലൈസൻസ് കാറ്റഗറി ഉണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ദ ATPL, എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ്. ആ ലൈസൻസ് കിട്ടുന്ന മിനിമം 1500, 1500 മണിക്കൂർ ഉണ്ടായാലേ ആ ലൈസൻസ് നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് ഇരിക്കാൻ നമുക്ക് 1500 മണിക്കൂർ വേണം. പക്ഷെ ആ ലൈസൻസ് നമുക്ക് ഇഷ്യൂ ചെയ്ത് കിട്ടണമെങ്കിൽ 1500 മണിക്കൂർ മിനിമം വേണം. അതാണ് ATPL ലൈസൻസ്. അപ്പോൾ ഈ ATPL ലൈസൻസ് ആണ് ടോപ്പ് ലൈസൻസ് ഓഫ് എനി പൈലറ്റ്. There is no license after that. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതെല്ലാം അനുഭവം, എക്സ്പീരിയൻസ് ആണ്, എക്സ്പീരിയൻസ് മാത്രമാണ്.
അപ്പോൾ അവിടെ ഞാൻ ക്യാപ്റ്റനായിട്ട് ഫ്ലൈ ചെയ്തിട്ട് പിന്നെ എൻ്റെ ഫസ്റ്റ് പാസഞ്ചർ എയർലൈൻ ജോബ് എയർ സഹാറ എന്ന് പറഞ്ഞിട്ടൊരു എയർലൈൻ ആയിരുന്നു, ഡൽഹി ബേസ്ഡ്. അവിടെ ഒരു CRJ എന്ന് പറഞ്ഞിട്ടൊരു എയർക്രാഫ്റ്റ് ഉണ്ട്, കാനഡ റീജിയണൽ ജെറ്റ്, 50 സീറ്റർ ജെറ്റാണ്. അപ്പോൾ ആ എയർക്രാഫ്റ്റിലാണ് എനിക്ക് ഫസ്റ്റ് പാസഞ്ചർ എയർലൈനായിട്ട് 2004 കിട്ടുന്നത്. പിന്നെ വിത്തിൻ എയർ സഹാറ തന്നെ ഞങ്ങൾ ഈ CRJ എന്ന് വേറൊരു എയർക്രാഫ്റ്റ് ബോയിങ് 737 എനിക്ക് ഒരു ചാൻസ് കിട്ടി. ഇപ്പോൾ അങ്ങനെ വന്നു. ഐ വാസ് വർക്കിംഗ് ഓൺ ദ 737. അബൌട്ട് 2 years ബാക്ക് ഐ ജോയിൻഡ് എ കോർപ്പറേറ്റ് പ്രൈവറ്റ് ഏവിയേഷൻ ഓൺ ദെയർ ഒരു എയർക്രാഫ്റ്റ്. ഇറ്റ്സ് കോൾഡ് ദ ബോംബാർഡിയർ ഗ്ലോബൽ 6000. അപ്പോൾ നമ്മളിതിപ്പോൾ ഈ വിമാനത്തിൻ്റെ ഇത് പറയുന്നത് ഇവിടെ നമ്മളൊരു കാറൊക്കെ പറയുന്ന പോലെ തന്നെ ഓരോ വിമാനത്തിൻ്റെ ഓരോ മോഡൽ നമ്പറും അതിൻ്റെ ടെക്നോളജി എല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കും അല്ലേ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ടൈപ്പ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് സ്പെസിഫിക് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഓരോ എയർക്രാഫ്റ്റിനും ടൈപ്പ്, എസ്പെഷ്യലി ഈ വലിയ എയർക്രാഫ്റ്റിനൊക്കെ ഓരോ എയർക്രാഫ്റ്റിനും specific type rating ഉണ്ട്. Once you have a type rating for these bigger aircraft, you are only supposed to fly that aircraft. വേറെ ആ സെയിം ടൈമിൽ നമുക്ക് മറ്റേ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. You can only fly one type at a time. ബസ് ഓടിക്കുന്നവരെ പിടിച്ച് ഇല്ല അങ്ങനെ പറ്റില്ല. അല്ലെ, ഇപ്പോൾ അപ്പോൾ ഇത് കോ പൈലറ്റിൽ നിന്ന് വളർന്ന് പിന്നെ ക്യാപ്റ്റനായി, പിന്നെ അവിടെ നിന്ന് ഇതുപോലെ ടൈപ്പ് റേറ്റിംഗ് കിട്ടി, കൂടുതൽ വലിയ വലിയ എയർക്രാഫ്റ്റിലേക്ക് മാറുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോഗ്രഷൻ. ഈ നമ്മളെപ്പോഴും മിക്കവാറും കോക്പിറ്റിൽ കാണുമ്പോൾ 2 പൈലറ്റുമാർ കാണും. അപ്പോൾ അതിൽ ഒരാൾ കോ പൈലറ്റ് ആണ്, ഒരാൾ പൈലറ്റ് ആണെന്ന് പറഞ്ഞു. ഇതിലെപ്പോഴും എങ്ങനെയാണ് ഇതിൽ ഇയാൾ കോ പൈലറ്റ് ആണ് മറ്റേ പൈലറ്റ് ആണെന്നൊക്കെ നിശ്ചയിക്കുന്നത്? സാധാരണ ഈ എയർക്രാഫ്റ്റിന്റെ റൈറ്റ് സീറ്റ് ഈസ് വേർ ദ കോ പൈലറ്റ് സിറ്റ്സ്. ലെഫ്റ്റ് സീറ്റിലാണ് ക്യാപ്റ്റൻ സാധാരണ നോർമലി സിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്, പക്ഷെ അങ്ങനെയാണ് പൊതുവെ. ചില സമയത്ത് ട്രെയിനിങ് നടക്കുമ്പോൾ, ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ്റെ ട്രെയിനിങ് നടക്കുകയാണെങ്കിൽ ദ സീനിയർ ക്യാപ്റ്റൻ വിൽ ബി ദ ട്രെയിനർ. അപ്പോൾ ദാറ്റ് സീനിയർ ക്യാപ്റ്റൻ റൈറ്റ് സീറ്റിലിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഹീസ് നോട്ട് ദ കോ പൈലറ്റ്, ഹീസ് ദ ട്രെയിനർ. ഓക്കെ, അപ്പോൾ സോ ഡോണ്ട് ഗോ ബൈ ദാറ്റ് റൂൾ ആണ് ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫൈങ് ഹൂസ് എ ക്യാപ്റ്റൻ ഹൂസ് എ കോ പൈലറ്റ് ഇസ് ഈ ഷർട്ട് നിങ്ങൾ ഈ സ്ട്രൈപ്സ് കണ്ടിട്ടുണ്ടാവും. വൈറ്റ് കളർ യൂണിഫോമിന് ഈ സ്ട്രൈപ്സ് ഈ ഷോൾഡർ ഭാഗത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്പർ ഓഫ് സ്ട്രൈപ്സ് ഓൾസോ ഡിനോട്ട്സ് ദ പൊസിഷൻ ഓഫ് ദാറ്റ് പൈലറ്റ്. അതിന്റെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും അറിഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ ആവണമെങ്കിൽ എത്ര വരെ വേണം? അപ്പോൾ 4 സ്ട്രൈപ്സ് ആണ്. ഈ ഇതിന് പറയും എപ്പുലെറ്റ് എന്നാണ്. ദിസ് യൂണിഫോം ഐറ്റം ഇറ്റ്സ് കോൾഡ് എൻ എപ്പുലെറ്റ്. അപ്പോൾ 4 സ്ട്രൈപ്പ് എപ്പുലെറ്റ് ആണെങ്കിൽ ഇറ്റ്സ് നോർമലി ഒരു ക്യാപ്റ്റനാണ്. 3 സ്ട്രൈപ്പ് ആണെങ്കിൽ ഒരു കോ പൈലറ്റ് ആണ്. ദാറ്റ്സ് ഹൗ യു കൻ ഐഡന്റിഫൈ. അപ്പോൾ ഇനി മുതൽ ഒരു പൈലറ്റിനെ കണ്ടാൽ അപ്പോൾ തന്നെ എപ്പിലറ്റ് നോക്കുക, അവരുടെ തോൾ ഭാഗത്ത് എത്ര വര ഉണ്ടോ നോക്കുക. 3 വരെ ഉണ്ടെങ്കിൽ കോ പൈലറ്റ്, 4 വരെ ഉണ്ടെങ്കിൽ ക്യാപ്റ്റനും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ 4 വരകളുടെ മേളിലേക്കില്ലല്ലോ? ഇല്ല, ദാറ്റ് ഈസ് ഇറ്റ്, 4 സ്ട്രൈപ്സ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഏതാണ്ട് ആഗോളതലത്തിൽ ഒരേ രീതിയിൽ തന്നെ ആയിരിക്കുമല്ലോ പോകുന്നത്. എപ്പിലെറ്റിന് ഇത്ര വരകൾ വേണം തൊട്ട് എവിടെ ഇരിക്കണമെന്ന് വരെ അതിനൊക്കെ ഒരു നിയമം ഉണ്ടല്ലോ, ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. ഇപ്പോൾ ഏവിയേഷൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ്. അതാണ് ഇപ്പോൾ ഒരു അമേരിക്കയിൽ നിന്ന് ഒരു ലൈസൻസ് എടുത്ത ആൾക്ക് ഇവിടെ വന്ന് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇന്ത്യൻ ലൈസൻസ്ഡ് പൈലറ്റ് ആവാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ലൈസൻസ്ഡ് പൈലറ്റ് ക്യാൻ ഗോ ആൻഡ് വർക്ക് ഇൻ ദ മിഡിൽ ഈസ്റ്റ് ഫോർ എക്സാമ്പിൾ, കൺവേർട്ട് ദിസ് ലൈസൻസ് ടു ദാറ്റ് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് license. അപ്പോൾ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ്. ഏവിയേഷൻ we try very much to make standardization of procedures and trainings across all the industry. അപ്പോൾ ലോകത്ത് എവിടെ പോയാലും ഒരേ രീതിയിലായിരിക്കും. അതെ, കാരണം ഇപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ if an American pilot or an Indian pilot when they're talking to each other or to air traffic control, they should understand each other. അപ്പോൾ നമുക്കൊരു ഏവിയേഷൻ ലാംഗ്വേജ് തന്നെ കുറച്ചൊരു ഇംഗ്ലീഷ് ആണെങ്കിലും there is a little bit difference in the language. ഇപ്പോൾ A is alpha, B is bravo, C is charlie, D is delta. അങ്ങനെ കുറച്ച് ടെർമിനോളജി ഒക്കെ വളരെ സ്റ്റാൻഡേർഡ് ആണ് ഓൾ വേൾഡ് വൈഡ്. സോ എവറിബഡി അണ്ടർസ്റ്റാൻഡ്സ് ഈച്ച് അതർ when we are talking. ATC എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞു. നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത് ഫ്ലൈറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സംസാരിക്കുന്നത് മൊത്തം ഈ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറഞ്ഞ് ഈ വിമാനത്താവളത്തിൽ ഒരു ടവറിന് മുകളിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരോടാണ്. ഇതെന്താണ് ഈ സംസാരിക്കുന്നത്? നിങ്ങൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഈ എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ ഈ എയർക്രാഫ്റ്റിനെ പ്രോപ്പർലി സെപ്പറേറ്റ് ചെയ്യാം ആൻഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ എയർക്രാഫ്റ്റ് ലെറ്റ്സ് സേ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ് ആൻഡ് ഫ്ലൈ ബിറ്റ്വീൻ പ്ലേസ് ടു പ്ലേസ് ഇൻ എ സേഫ് എൻവയൺമെൻറ്റ്, in a properly safe and separated environment. അതാണ് ഈ എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് ദ ജോബ്. ഇപ്പോൾ ഈ ടവർ എന്ന് പറഞ്ഞില്ലേ നേരത്തെ ATC ടവർ,
അത് നിങ്ങൾ കാണുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ടവർ തന്നെ വേറെ ഇപ്പോൾ ഈ മേജർ എയർപോർട്ട്സിൽ തന്നെ ദേ ഹാവ് റേഡാർ കൺട്രോൾ ആസ് വെൽ. ദാറ്റ്സ് സംതിങ് യു ഡോണ്ട് സീ. അപ്പോൾ ഈ റേഡാർ കൺട്രോളേഴ്സ് ദേ സീ ദ എയർക്രാഫ്റ്റ് ഓൺ ദ റേഡാർ സ്ക്രീൻസ്. ചില സിനിമയിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ. ഒരു പച്ച സ്ക്രീനിൽ. അതെ അതെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു എയർക്രാഫ്റ്റിന് ദർ ഇസ് എൻ എക്വിപ്മെൻറ്റ് കോൾഡ് ട്രാൻസ്പോണ്ടർ. അപ്പോൾ ട്രാൻസ്പോണ്ടറിൽ ഒരു പ്രത്യേക കോഡ് ആദ്യമേ ഈ ATC കൊടുക്കുന്നതാണ് ടു ഈച്ച് എയർക്രാഫ്റ്റ്. അപ്പോൾ ആ കോഡ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ട്രാൻസ്പോണ്ടറിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദി ATC റേഡാർ കൺട്രോളർ ക്യാൻ സീ യു ഓൺ ദെയർ സ്ക്രീൻ. ആൻഡ് അങ്ങനെയാണ് അവർ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓരോ എയർക്രാഫ്റ്റിന് ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഹൈറ്റ് and its speed, where it's going to. Communication ചെയ്യുമ്പോൾ we ask for clearances. നമുക്കിപ്പോൾ let's say we're going from Cochin to Mumbai. So we ask for first startup clearance, then clearance to go on the ground to the runway, then clearance for takeoff, then clearance to climb to a certain altitude. ആ ക്ലിയറൻസസ് ഒക്കെ തരുന്നത് എയർ ട്രാഫിക് കൺട്രോളറാണ്. ബിക്കോസ് പുള്ളിക്കാണ് ഈ ഫുൾ എയർ സ്പേസിൽ വേറെ ഏത് എയർക്രാഫ്റ്റ് ഉള്ളതും ഏത് ഹൈറ്റിലുള്ളതും ഹൂസ് ലാൻഡിങ് ഹൂസ് ടേക്കിംഗ് ഓഫ് അതിൻ്റെ ഫുൾ പിക്ചർ ഈസ് വിത്ത് ദി എയർ ട്രാഫിക് കൺട്രോളർ. വിമാനം ഒന്ന് അനങ്ങണമെങ്കിൽ അവിടെ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന എയർ ട്രാഫിക് കൺട്രോളർ പറയണം എല്ലാതും. So everything is properly regulated. There is very less room for error. ഞാനും ആലോചിക്കാറുണ്ട്, ഇത് നിങ്ങൾ ആകാശത്തൂടെയാണ് പോകുന്നത്, നമ്മളെ റോഡിലെ പോലെ സൈൻ ബോർഡുകളൊന്നുമില്ല, ഏത് റൂട്ടിൽ പോകണമെന്ന് അറിയില്ല, ഇതിനൊരു ഫ്ലൈയിങ് റൂട്ട് ഉണ്ടെന്നൊക്കെ നമ്മൾ വായിച്ചതല്ലാതെ ഇത് നമുക്ക് കാണാനൊന്നും പറ്റില്ല. അപ്പം ശരിക്കുള്ള റൂട്ടിലാണോ പോകുന്നത്, ഇത് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പറന്ന് മുംബൈ ആണോ കൊളംബോ ആണോ എന്ന് അറിയാതെ നമ്മൾ ഇറങ്ങാണല്ലോ. അപ്പോൾ ഇതൊക്കെ എല്ലാം ഈ എയർ ട്രാഫിക് കൺട്രോളറുമായിട്ടാണ് സംസാരിക്കുന്നത്. അവർ സംസാരിക്കുന്നതും ക്ലിയറൻസ് അവരാ തരുന്നത്. പക്ഷെ നമുക്ക് റൂട്ട് നമ്മുടെ എയർക്രാഫ്റ്റ് തന്നെ ഈ ദർ ആർ പ്രസന്റ് ഡേ നാവിഗേഷൻ സിസ്റ്റംസ് ഉണ്ട് നമ്മുടെ എയർക്രാഫ്റ്റിൽ വിച്ച് ആർ ഷോൺ ഓൺ ടു ആ സ്ക്രീൻസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇത് പ്രീ പ്രോഗ്രാം ചെയ്ത് വെക്കാൻ പറ്റും. ദ റൂട്ട് ബിറ്റ്വീൻ A to B ഫോർ എക്സാമ്പിൾ. ആ റൂട്ട് പ്രീ പ്രോഗ്രാം ചെയ്ത് വെച്ച് നമ്മുടെ ക്ലിയറൻസ് പ്രകാരം നമ്മൾ എൻഷുർ ചെയ്യുന്നു ഈ എയർക്രാഫ്റ്റ് ഈ റൂട്ട് തന്നെയാണ്, ഈ ഹൈറ്റ് തന്നെയാണ് ഫ്ലൈ ചെയ്യുന്നത്. ദാറ്റ്സ് ബേസിക്കലി ദ ജോബ് ഓഫ് ദ പൈലറ്റ്. പിന്നെ ദർ ഈസ് ഓൾസോ ഓട്ടോ പൈലറ്റ്. ദർ ഇസ് എ ബിഗ് മിസ്കൺസെപ്ഷൻ. ഓട്ടോ പൈലറ്റാണ് എല്ലാം ചെയ്യുന്നത്, പൈലറ്റ് ഇസ് നോട്ട് ഡൂയിങ് എനിത്തിങ്. ദ മെയിൻ തിങ് ഇസ് ഈ ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ഈ എയർക്രാഫ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റമാണ്. അത് സെറ്റ് ചെയ്യുന്നതും അതിൻ്റെ കൺട്രോൾ ഉള്ളത് പൈലറ്റാണ്. So it is not that the pilot is not doing anything, but the pilot has to monitor and set the autopilot and make sure that the aircraft is following the correct route and height and procedures. എത്ര ഉയർത്തി പറക്കണം, എങ്ങോട്ട് ചെരിയണം, ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ റൂട്ടിൽ നിന്ന് മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതെ, കോൺസ്റ്റന്റ് മോണിറ്ററിങ് വേണം. The pilot is not physically controlling the aircraft at all times. പക്ഷേ ഈ ഓട്ടോ പൈലറ്റ് is doing the job correctly എന്നുള്ളത് മോണിറ്റർ ചെയ്യണം പൈലറ്റ്, എസ്പെഷ്യലി ദ മോഡേൺ ഡേ പൈലറ്റ്. ഇത് നാവിഗേഷൻ എന്ന് വിളിക്കാവുന്ന ഏത് ദിശയിൽ തിരിയണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഐഡിയ മാത്രമല്ല, യാത്രക്കാരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോൾ ടെർബുലൻസ് എന്ന് വിളിക്കുന്ന ഈ കുലുക്കമൊക്കെ ആകാശത്ത് വെച്ചുണ്ടാവുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് പറയും ഇത് കുലുക്കമാണ്, പേടിക്കേണ്ട. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റർ കൂടിയാണ് പൈലറ്റ്. അപ്പോൾ ഒരു പൈലറ്റ് ആവണമെങ്കിൽ എന്തൊക്കെ കഴിവുകളാണ് ഒരാൾക്ക് വേണ്ടത്? You have to I think a good pilot has to be a good communicator, like you said. Absolutely right. പിന്നെ ഡിസിപ്ലിൻഡ് ആവണം. ഹി ഹാസ് ടു വർക്ക് എഫക്റ്റീവ്ലി ഇൻ ടീംസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കൂടെ ഫ്ലൈറ്റ് ഡിസ്പാച്ചേഴ്സ് ചിലപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവും, പിന്നെ ക്യാബിൻ ക്രൂ ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവും, വേറെ പൈലറ്റ്സ് ആയിട്ട് ഡീൽ ചെയ്യേണ്ടാവും, എയർ ട്രാഫിക് കൺട്രോൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പോൾ യു ഹാവ് ടു വർക്ക് എഫക്റ്റീവ്ലി വെൽ ഇൻ ടീംസ്. നമുക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞാൽ അങ്ങ് ഒറ്റ ഇല്ല. ആൻഡ് you shouldn't be an egoist or that type of person. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു you have to listen to the other people as well. Has to be a good listener. That is what I think is very important. നമുക്ക് ചിലപ്പോൾ എല്ലാതും അറിയായിരിക്കും, പക്ഷേ if we are making a mistake, വേറെ ആൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ we should be able to take it properly and say, yeah, you know what, you're right. I think I'm making a mistake. We'll change this. He should be able to do that. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർ പറയുന്നതും കേൾക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളായിരിക്കണം. ഭാഷ മാത്രമല്ല, ഇങ്ങനെ കുറച്ച് കഴിവുകളും കൂടെ വേണം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഭാഷയുടെ കാര്യം. ഇതൊരു ആഗോള തലത്തിൽ പോകുന്നതുകൊണ്ട് ഇംഗ്ലീഷ് എന്തായാലും ഇതിനൊരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ. അപ്പോൾ ഇത് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു ഹിന്ദി മീഡിയത്തിൽ പഠിച്ച ഒരാൾക്കോ അവർക്ക് അവരുടെ
മാതൃഭാഷയായിരിക്കും കൂടുതൽ സംസാരിക്കാൻ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഇംഗ്ലീഷിലൊരു ഫ്ലുവൻസി വരിക എന്നുള്ളതിൻ്റെ ഒരു നിർബന്ധമായിട്ടുള്ള കാര്യം. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ യുമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു പൈലറ്റ് ചിലപ്പോൾ ആസാമിൽ നിന്നോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ കാശ്മീരിൽ നിന്നോ വേറെ ഭാഗത്തു നിന്നുള്ള എല്ലാ പൈലറ്റ്മാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരെയും ലാംഗ്വേജ് അബിലിറ്റീസും മദർ ലാംഗ്വേജസ് ഡിഫറെൻ്റ് ആവും. പക്ഷേ നമുക്ക് എല്ലാവർക്കും പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ഉള്ളത് അത് ഇംഗ്ലീഷാണ്. ദാറ്റ് ഈസ് ബൈ നാച്ചുറൽ ഇറ്റ്സ് എ റിക്വയർമെൻറ്റ്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് ഫ്ലുവൻസി എപ്പോഴും ഇറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ്. പക്ഷേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏവിയേഷനിൽ ഒരു സ്പെഷ്യൽ ലാംഗ്വേജ് ഇറ്റ്സ് കോൾഡ് ഏവിയേഷൻ ഇംഗ്ലീഷ്. ആ ഒരു ട്രെയിനിങ് നമുക്ക് എന്തായാലും തരും. വെൻ യു ഡൂയിങ് യുവർ ഫ്ലൈറ്റ് ട്രെയിനിങ്. പിന്നെ എയർലൈനിൽ വന്നാൽ തന്നെ നമ്മുടെ മാനുവൽസ്, ബുക്സ്, എവറിത്തിങ് വിൽ ബി ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ യു വിൽ ഓട്ടോമാറ്റിക്കലി ക്യാച്ച് അപ്പ് വിത്ത് ദ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഈസ് ഇൻസിഡൻറ്റൽ ടു യുവർ ഫ്ലൈങ്. ഐ എം ഷുവർ നമുക്ക് ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ പഠിച്ചെടുക്കാവുന്നുള്ളൂ. ഇപ്പോൾ അത് മാത്രമല്ല, പൈലറ്റായി ലൈസൻസ് കിട്ടി ക്യാപ്റ്റനായി എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ പഠനം അവസാനിക്കുന്നില്ല. എല്ലാ ദിവസവും പുതുത് പഠിക്കണം, പുതിയ റൂട്ടുകൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമത്തിൽ ചേഞ്ചസ് വരും. ഇതിങ്ങനെ കൂടുതൽ എന്നും പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രൊഫഷനും കൂടെ ആണെന്ന് പറഞ്ഞു. അതെ, അതിൻ്റെ ഒപ്പം തന്നെയാണ് അത്യാവശ്യം നല്ല പ്രഷറുള്ള ഒരു ജോലിയാണ്. കാരണം ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, പറന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയാലും നമുക്കൊന്നും വണ്ടിയാണെങ്കിൽ നമുക്ക് ഒതുക്കിയിട്ടെങ്കിലും എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇതിപ്പോൾ എന്താണ് പ്രശ്നം എന്നറിയില്ല, അതിൽ ഇന്ധനം തീർന്നു പോയോ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ടെൻഷൻ ഇല്ലാതെ ഇത് വിമാനം പറത്തുന്നത്? അപ്പോൾ ഈ വലിയ എയർക്രാഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ചെറിയ സെസ്ന സിംഗിൾ എഞ്ചിൻ്റെ ഇപ്പോൾ 4 സീറ്ററായ എയർക്രാഫ്റ്റാണ് ഈ ചെറിയ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ചെയ്യുന്നത്. പക്ഷേ വലിയ എയർക്രാഫ്റ്റ് ഇപ്പോൾ 737, എയർബസ് 320 ആ ടൈപ്പ് എയർക്രാഫ്റ്റിന് അവരുടെ ഫ്ലൈറ്റ് സിമുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. A box basically which is sitting on 6-axis hydraulic simulator. അപ്പോൾ ആ സിമുലേറ്ററിൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് പ്രോബ്ലംസ് ലൈക്ക് എൻജിൻ ഫെയിലിയേഴ്സ്, ഫയേഴ്സ്, സ്മോക്ക്, ഹൈഡ്രോളിക് പ്രോബ്ലംസ്. ഇറ്റ് ഈസ് എ പ്രോപ്പർ സിമുലേറ്റർ ഓഫ് ദ എക്സാക്ട് കോക്പിറ്റ് എൻവയൺമെൻറ്റ്. നമ്മൾ ശരിക്കുള്ള വിമാനം പറത്തുന്നതിന് പകരം അതിനെ കൃത്രിമമായിട്ട് നമ്മൾ സൃഷ്ടിക്കും. ഒരു പെർഫെക്റ്റ് ആയ ഒരു സാധനമാണ് ഈ അതാണ് സിമുലേറ്റർ. ഫ്ലൈറ്റ് സിമുലേറ്റർ. അതിൽ പറക്കുന്നതും കുലുക്കവും എല്ലാം അതിലുണ്ട്. എല്ലാതും എവറി മൂമെന്റ് നമ്മളതിലിരിക്കുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകും ദാറ്റ് ദിസ് ഇസ് എ സിമുലേറ്റർ, ഇറ്റ് ഈസ് നോട്ട് എ റിയൽ പ്ലെയിൻ. നമ്മളൊരു അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോയ പോലെ രസമായിരിക്കും. അല്ല, അപ്പോൾ അത് നല്ല സീരിയസ് ആയിട്ടാണ് അവരെടുക്കുന്നത്. ആൻഡ് ദ ട്രെയിനിങ് ഇസ് വെരി റിഗറസ്. അപ്പോൾ ഫ്രം ഡേ 1 ഈ ടൈപ്പ് റേറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു എയർക്രാഫ്റ്റ് ടൈപ്പിന് റേറ്റിംഗ്, ആ റേറ്റിംഗ് തരുന്നത് ഈ സിമുലേറ്ററിനകത്തുള്ള ട്രെയിനിങ് സെഷൻസ് കഴിഞ്ഞിട്ടാണ്. ഇറ്റ് ഈസ് അബൌട്ട് 15 ട്രെയിനിങ് സെഷൻസ് മിനിമം ഫോർ എൻ ആബ് ഇനിഷ്യോ. ഒരു പുതിയ പൈലറ്റിന് 15 ട്രെയിനിങ് സെഷൻസ് ഉണ്ടാവും ആ ഫ്ലൈറ്റ് സിമുലേറ്ററിൽ. അപ്പോൾ അതിൽ ഒരു ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ഉണ്ടാവും, സിമുലേറ്റർ ഇൻസ്ട്രക്ടർ. അയാൾ പ്രോഗ്രാം ചെയ്യാൻ പറ്റും അയാൾക്ക് ഈ ഡിഫറെൻറ്റ് ഫെയിലിയേഴ്സ്. And then we have to follow the procedures as prescribed by our manuals. One of the manual, for example, is called QRH, Quick Reference Handbook. ആ QRHൽ ചില ഐറ്റംസ് ഒക്കെ മെമ്മറി ഐറ്റംസ് ആണ്. നമുക്ക് വി ഹാവ് ടു റിമെമ്പർ ദോസ് ഐറ്റംസ്. ഫോർ എക്സാമ്പിൾ ഒരു എൻജിൻ ഫയർ ഉണ്ടായി, അപ്പോൾ നമുക്ക് ഈ ബുക്ക് എടുത്തിട്ട് ഫയറിന് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് സമയം ഉണ്ടാവില്ല. സോ ദോസ് ആർ മെമ്മറി ആക്ഷൻസ്. അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ സിമുലേറ്റർ ഇൻസ്ട്രക്ടറാണ്. അപ്പോൾ അങ്ങനെ ഇറ്റ് ഈസ് എ വെരി റിഗറസ് ആൻഡ് സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രക്ചർഡ് ട്രെയിനിങ് ആൻഡ് ദർ ഇസ് എ പാസ് ഓഫ് ഫെയിൽ അറ്റ് ദി എൻഡ് ആസ് വെൽ. സിമുലേറ്റർ ട്രെയിനിങ് എന്നുള്ളത് എവറി 6 months നമുക്ക് അത് അണ്ടർഗോ ചെയ്യണം. എല്ലാ 6 മാസം നമുക്ക് വീണ്ടും ഈ ട്രെയിനിങ് ചെയ്ത് ഇറ്റ്സ് ഫുൾ 15 സെഷൻസ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഒരു 2 ദിവസത്തെ റിക്കറൻറ്റ് ട്രെയിനിങ് എന്നാണ് അതിന് പറയാം. അത് ട്രെയിനിങ് കഴിഞ്ഞ് ഒരു ചെക്കിങ്ങും അവർ ചെയ്യും. ഹൗ എവർ എക്സ്പീരിയൻസ്ഡ് യു ആർ, ദർ ഇസ് ഓൾവേസ് എ ചാൻസ് ഓഫ് എ ഫെയിലിയർ. അപ്പോൾ വി ആർ ഓൾവേസ് ഓൺ അവർ ടോസ് ടു മേക്ക് ഷുവർ വി ആർ ഡൂയിങ് വെൽ. ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നില്ല. തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വരൂ പോകാം പറക്കാം പൈലറ്റ് കോഴ്സിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ. ക്യാപ്റ്റൻ അബ്ദുൾ നാസർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നിർവഹണം റിയാസ് കളപ്പുരയിൽ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം. തപാലിൽ അയക്കുന്നവർ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി FM, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിൽ എഴുതുക. വാട്സാപ്പ് മുഖേനയും അഭിപ്രായങ്ങൾ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 94 47 56 22 12. ഇമെയിൽ വിലാസം airfmkochi@gmail.com. ഈ പരിപാടി ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ആകാശവാണി കൊച്ചി FM-ലും ലഭ്യമാണ്. പരിപാടികൾ ഓൺലൈനിൽ തത്സമയം കേൾക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനായ ന്യൂസ് ഓൺ എയർ ഡൗൺലോഡ് ചെയ്യുക. യുവവാണി സമാപിക്കുന്നു.